ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പവർലിങ്ക് ഇൻഷുറൻസിലേക്ക് സ്വാഗതം. ഇന്ന് ഈ ചാനലിൽ കൂടി ഞാൻ പങ്കുവയ്ക്കാൻ പോകുന്നത് സ്റ്റാർ ഹെൽത്തിൻ്റെ ഏറ്റവും പുതിയ ലോഞ്ചിങ് പ്ലാനായ സൂപ്പർ സ്റ്റാറിനെ കുറിച്ചാണ്. പേര് പോലെ തന്നെ സൂപ്പർ സ്റ്റാർ പ്ലാനാണിത്. പക്ഷേ ഓരോരുത്തർക്കും അവർക്ക് വേണ്ട ഓപ്ഷൻ മനസ്സിലാക്കി വേണം ഈ പ്ലാൻ എടുക്കാൻ. അതിനുവേണ്ടി നിങ്ങളെ സഹായിക്കാൻ ഞങ്ങളുടെ ടീം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. കൂടാതെ ഈ പ്ലാൻ ഞങ്ങളിൽ നിന്നും എടുക്കുന്നവർക്ക് പവർലിങ്ക് വക OP കവറേജും ഉണ്ടായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് നമുക്ക് സൂപ്പർ സ്റ്റാറിൻ്റെ പ്ലാനിൻ്റെ വീഡിയോയിലേക്ക് നമുക്ക് പോകാം. സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി അറിയപ്പെടുന്നത് സാധാരണക്കാർക്ക് ഉതകുന്നതും തുച്ഛമായതും അതേസമയം ഒരുപാട് അഡ്വാൻറ്റേജസുമുള്ള ഒരു പോളിസി ആയിട്ടാണ്. ഇപ്പോൾ സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി മറ്റ് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസികളിൽ ഉള്ളതുപോലെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ളതും അട്രാക്റ്റീവ് ആയിട്ടുള്ളതുമായ ഒരു പ്ലാൻ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. പ്ലാനിന്റെ പേരാണ് സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസ് സൂപ്പർ സ്റ്റാർ പ്ലാൻ. പ്ലാനിനെ കുറിച്ച് പറയുന്നതിന് മുൻപ് ഒരു സന്തോഷ വാർത്ത പറയാം. ഇപ്പോൾ പവർലിങ്കിൽ നിന്നും ഇൻഷുറൻസ് എടുക്കുന്നവർക്ക് നിങ്ങളുടെ ഇൻഷുറൻസ് റീന്യൂ ചെയ്യാനും EMI ചെയ്യാനുള്ള തുകയും ഞങ്ങൾ തന്നെ വഴിയൊരുക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി 94 95 11 66 01 എന്ന ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇതുപോലെയുള്ള ഉപകാരപ്രദമായ വീഡിയോകൾക്ക് വേണ്ടി പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു ദിസ് ചാനൽ. അപ്പോൾ നമുക്ക് നേരെ ടോപ്പിക്കിലേക്ക് തിരിച്ചു വരാം. സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസിന്റെ മറ്റൊരു പ്ലാനുകളിലും കാണാൻ കഴിയാത്ത ഒരുപാട് ഫീച്ചേഴ്സ് നിങ്ങൾക്ക് ഈ പ്ലാനിൽ കാണാൻ കഴിയുന്നതാണ്. അതുമാത്രമല്ല, അതിന്റെ കൂടെ മറ്റ് ഇൻഷുറൻസ് പോളിസികളിൽ ഒന്നും കിട്ടാത്ത കുറച്ച് ഫീച്ചേഴ്സും സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസിന്റെ ഈ ഒരു പുതിയ പോളിസിയിൽ വരുന്നുണ്ട്. ഇന്നീ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഈ പ്ലാനിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയുള്ള എലിജിബിലിറ്റി കണ്ടീഷൻസ് ആണ്. ഇതിൽ വരുന്ന പുതിയ ഫീച്ചേഴ്സും ബെനിഫിറ്റ്സും എന്തൊക്കെയാണ് എന്നാണ് പറയാനായി പോകുന്നത്. സ്റ്റാർ ഹെൽത്ത് സൂപ്പർ സ്റ്റാർ പ്ലാൻസിൽ നിങ്ങൾക്ക് കിട്ടുന്നത് 20+ ആഡ്-ഓൺസ് ആണ്. ഇത് വെച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ പ്ലാൻ തീർച്ചയായും മോഡിഫൈ ചെയ്യാൻ കഴിയുന്നതാണ്. ഇത് സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസിനെ സംബന്ധിച്ചിടത്തോളം പുതിയൊരു ഫീച്ചറാണ്. സ്റ്റാർ ഹെൽത്തിന്റെ മറ്റൊരു പ്ലാനിലും നിങ്ങൾക്ക് ഇത്രയും ആഡ്-ഓൺസ് ലഭിക്കുകയില്ല. 5 തരത്തിലുള്ള ഡിസ്കൗണ്ടുകൾ ഈ പ്ലാനിൽ ഓഫർ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ പ്രയോജനം എന്താണ്, ഇത് നിങ്ങൾക്ക് എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നുള്ളതും നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട്. സ്റ്റാർ ഹെൽത്തിന്റെ ഈ ഒരു സൂപ്പർ സ്റ്റാർ പ്ലാൻ എടുക്കാൻ നിങ്ങൾ എത്ര രൂപ അടയ്ക്കണം അഥവാ ഈ പ്ലാനിന്റെ അഫോർഡബിലിറ്റിയും നമ്മൾ ചെക്ക് ചെയ്യുന്നതാണ്. ഈ വീഡിയോയിൽ ഇതിനെല്ലാം പറ്റി വളരെ ഡീറ്റെയിൽഡ് ആയിട്ടാണ് പറയുന്നത്. അതിനാൽ വീഡിയോ മുഴുവനായി കണ്ട് വ്യക്തമായി തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. വീഡിയോ കണ്ടതിന് ശേഷം കൂടുതൽ വിവരങ്ങൾക്കും ഇതിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിലും 94 95 11 66 01 എന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ എലിജിബിലിറ്റി കണ്ടീഷൻസ് എന്താണെന്നതിലേക്ക് വരാം. എലിജിബിലിറ്റി കണ്ടീഷൻസിൽ ആദ്യം തന്നെ വരുന്നത് എൻട്രി ഏജ് ആണ്. എൻട്രി മിനിമം ആൻഡ് മാക്സിമം എത്ര ഏജ് ആണ് വരുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. അഡൽട്സിന്റെ കാര്യത്തിലാണെങ്കിൽ 18 വയസ്സ് മുതലാണ് വരുന്നത്. പക്ഷേ ഇവിടെ മാക്സിമം ഏജ് ആയിട്ട് അങ്ങനെ ഒരു ലിമിറ്റ് പറയുന്നില്ല. സ്റ്റാർ ഹെൽത്തിന്റെ മുൻപത്തെ പോളിസികളിൽ മാക്സിമം ഏജ് ലിമിറ്റ് 65ഉം 70ഉം ഒക്കെ വന്നിരുന്നു. എന്നാൽ ഈ ഒരു പ്ലാനിൽ അങ്ങനെ ഏജ് ലിമിറ്റ് ഒന്നും വരുന്നില്ല. ഇതിൽ വരുന്ന രണ്ടാമത്തെ പോയിന്റ് ഡിപെൻഡന്റ് ചൈൽഡ്. ഇനി പറയാൻ പോകുന്നത് ഡിപെൻഡന്റ് ചൈൽഡിനെ പറ്റിയാണ്. കുട്ടി ജനിച്ച് 91 ദിവസം മുതൽ 25 വയസ്സ് വരെ കുട്ടിക്ക് പോളിസിയിൽ ഭാഗമാകാൻ കഴിയുന്നതാണ്. ഈ കമ്പനിയുടെ ബെസ്റ്റ് സെല്ലിംഗ് പ്ലാൻ ആണ് സ്റ്റാർ അഷ്യൂർ പ്ലാൻ. അതിൽ ഡിപെൻഡന്റ് ചൈൽഡിന്റെ മാക്സിമം ഏജ് ലിമിറ്റ് വന്നിരുന്നത് 17 വയസ്സ് വരെയാണ്. അത് തീരെ കുറവായിരുന്നു. പക്ഷേ ഈ പ്ലാനിൽ മാക്സിമം ഏജ് ലിമിറ്റ് 25 വയസ്സ് വരെയാണ്. അത് നല്ലൊരു ബെനിഫിറ്റ് തന്നെയാണ്. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ഫാമിലി. അതായത് ഒരു ഫാമിലിയിൽ ഏതൊക്കെ റിലേഷനിൽ വരുന്നവർക്കാണ് കവറേജ് ലഭിക്കുന്നത് എന്നതാണ് പറയാനായി പോകുന്നത്. ഫാമിലി ഫ്ലോട്ടർ പ്ലാനിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾ ലീഗലി മാരീഡ് ചെയ്ത നിങ്ങളുടെ ലൈഫ് പാർട്ട്ണറിനെയും നിങ്ങളുടെ ഡിപെൻഡന്റ് ചൈൽഡിനെയും ഈ പോളിസിയിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാവുന്നതാണ്. ഇതിൽ മാക്സിമം ഫാമിലി സൈസ് വരുന്നത് 2 അഡൽട്സും 4 ഡിപെൻഡന്റ് ചൈൽഡുമാണ്. അടുത്ത പോയിന്റ് ആണ് ടൈപ്സ് ഓഫ് പോളിസി. നിങ്ങൾക്ക് ഈ പോളിസി ഇൻഡിവിജ്വൽ സം ഇൻഷ്വർഡ് ആയിട്ടും മൾട്ടി ഇൻഡിവിജ്വൽ സം ഇൻഷ്വർഡ് ആയിട്ടും ഫ്ലോട്ടർ പോളിസി ആയിട്ടും എടുക്കാവുന്നതാണ്. ഈ 3 രീതിയിലും നിങ്ങൾക്ക് പോളിസിയിൽ ചേരാൻ കഴിയുന്നതാണ്. അടുത്ത പോയിന്റ് ആണ് പോളിസി ടേം. ഈ ഒരു കാര്യം ഇതിൽ തികച്ചും പുതിയത് തന്നെയാണ്. കാരണം മറ്റ് പോളിസികളിൽ ലോങ് ടേം പോളിസി 3 വർഷം വരുമ്പോൾ ഈ ഒരു പ്ലാനിൽ 5 വർഷം വരെയാണ് അത് വരുന്നത്. അടുത്ത പോയിന്റ് ആണ് ഡിസ്കൗണ്ട് ഓൺ ലോങ് ടേം പോളിസി. ഇതിൽ വരുന്ന മറ്റൊരു പ്രയോജനം, ഇതിൽ നിങ്ങൾ എത്ര വർഷത്തേക്ക് ലോങ് ടേം പോളിസി എടുക്കുന്നു എന്നതിനനുസരിച്ച് ഓരോ എക്സ്ട്രാ ഇയറും ഡിസ്കൗണ്ട് ലഭിക്കുന്നു എന്നുള്ളതാണ്. എന്തൊക്കെ തരത്തിലുള്ള ഡിസ്കൗണ്ട്സ് ആണ് കമ്പനി തരുന്നതെന്ന് നോക്കാം. 2 വർഷത്തേക്ക് ലോങ് ടേം പോളിസി എടുക്കുകയാണെങ്കിൽ
രണ്ടാമത്തെ വർഷത്തെ പ്രീമിയത്തിൽ നിങ്ങൾക്ക് 10% ഡിസ്കൗണ്ട് ലഭിക്കുന്നതായിരിക്കും. 3 വർഷത്തേക്ക് ലോങ് ടേം പോളിസി എടുക്കുകയാണെങ്കിൽ മൂന്നാമത്തെ വർഷത്തെ പ്രീമിയത്തിൽ നിങ്ങൾക്ക് 12.5% ഡിസ്കൗണ്ട് ലഭിക്കുന്നതായിരിക്കും. 4 വർഷത്തേക്കുള്ള ലോങ് ടേം പോളിസി ആണെങ്കിൽ നാലാമത്തെ വർഷത്തെ പ്രീമിയം ഡിസ്കൗണ്ട് 14% ആയിരിക്കും. അതുപോലെ തന്നെ 5 വർഷത്തേക്കുള്ള ലോങ് ടേം പോളിസി ആണെങ്കിൽ ഡിസ്കൗണ്ട് വരുന്നത് 16% ആണ്. ലോങ് ടേം പോളിസിക്ക് ഡയറക്റ്റ് ഡിസ്കൗണ്ട് ആണ് ലഭിക്കുന്നത്. അടുത്തതായി വരുന്ന ഓപ്ഷൻ ആണ് സം ഇൻഷുർഡ് ഓപ്ഷൻസ്. സം ഇൻഷുർഡിന് വേണ്ടി എന്തൊക്കെ ഓപ്ഷൻസ് ആണ് കമ്പനി ഓഫർ ചെയ്തിരിക്കുന്നത് എന്ന് നോക്കാം. അതും വളരെ സിമ്പിൾ ആണ്. എത്ര രൂപയുടെ കവറേജ് ആണ് നിങ്ങൾക്കായിട്ട് ഇതിൽ ലഭിക്കുന്നത് എന്നാണ് പറയുന്നത്. 5 ലക്ഷം മുതൽ 1 കോടി വരെയാണ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത്. 5 ലക്ഷം, 7,50,000, 10 ലക്ഷം, 15 ലക്ഷം, 20 ലക്ഷം, 25 ലക്ഷം, 50 ലക്ഷം, 1 കോടി എന്നിങ്ങനെയാണ് സം ഇൻഷുർഡ് വരുന്നത്. അതുകൂടാതെ അൺലിമിറ്റഡ് സം ഇൻഷുർഡിന്റെ ഓപ്ഷനും സ്റ്റാർ ഹെൽത്തിന്റെ ഈ ഒരു സൂപ്പർ സ്റ്റാർ പോളിസി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ പോളിസിക്കായിട്ട് നിങ്ങൾ പ്രീമിയത്തിന് എങ്ങനെയാണ് പൈസ അടയ്ക്കേണ്ടത്, ഇതിന്റെ ഫ്രീക്വൻസി നിങ്ങൾ എങ്ങനെയാണ് ചൂസ് ചെയ്യേണ്ടത് എന്നാണ് അടുത്തതായി പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് ആനുവലി ആയിട്ടും പ്രീമിയം പേ ചെയ്യാം, ഹാഫ് ഇയർലി ആയിട്ടും പേ ചെയ്യാം, അല്ലെങ്കിൽ വർഷത്തിൽ 2 തവണയായിട്ടോ ക്വാർട്ടർലി ആയിട്ടോ വർഷത്തിൽ 4 പ്രാവശ്യമായിട്ടോ മന്ത്ലി ആയിട്ടോ ഒക്കെ നിങ്ങൾക്ക് പേ ചെയ്യാവുന്നതാണ്. പക്ഷേ ഇവിടെ പ്രൈസിന്റെ വ്യത്യാസം തീർച്ചയായും ഉണ്ടാകും. ഏറ്റവും ചിലവ് കുറഞ്ഞ വില കുറഞ്ഞ ഓപ്ഷൻ എന്ന് പറയുന്നത് ആനുവൽ പ്രീമിയം ആണ്. മന്ത്ലി പ്രീമിയം ചിലവേറിയതാണ്. നിങ്ങളുടെ പോളിസിയുടെ പ്രീമിയം ഡിസൈഡ് ചെയ്യേണ്ടത് എങ്ങനെയെന്നാൽ ഈ പോളിസിയുടെ ഉള്ളിൽ സോൺ ബേസ്ഡ് പ്രൈസിംഗ് ഉണ്ട്. അതായത് നിങ്ങളുടെ സിറ്റിയും സ്റ്റേറ്റും ഏത് സോണിന്റെ ഉള്ളിലാണ് വരുന്നത്, അപ്പോൾ പ്രൈസിംഗ് സെക്ഷനിൽ നിങ്ങൾക്ക് മുഴുവൻ ഡീറ്റെയിലും കാണാനായി കഴിയുന്നതാണ്. പക്ഷേ ഈ പ്ലാനിൽ മുഴുവൻ 3 സോണുകളാണ് വരുന്നത്. സോൺ എ, സോൺ ബി ആൻഡ് സോൺ സി. നിങ്ങളുടെ സോൺ എത്ര മുകളിലാണോ വരുന്നത് നിങ്ങളുടെ പ്രൈസിംഗ് അത്രയും തന്നെ കൂടുതലായിരിക്കും. സോൺ സി ആണ് ഏറ്റവും താഴ്ന്നത്. സോൺ സിയിലാണ് നിങ്ങൾ വരുന്നതെങ്കിൽ നിങ്ങൾക്ക് കുറഞ്ഞ പ്രൈസിംഗ് ആയിരിക്കും വരുന്നത്. അടുത്ത പോയിന്റ് ആണ് മിഡ് ടേം ഇൻക്ലൂഷൻ. എലിജിബിലിറ്റിയിലെ ഫൈനൽ പോയിന്റ് വരുന്നത് മിഡ് ടേം ഇൻക്ലൂഷൻ ആണ്. അതായത് പോളിസിയുടെ ഇടയിൽ നമ്മൾ ഏതെങ്കിലും പുതിയ മെമ്പറിനെ ആഡ് ചെയ്യാൻ ആഗ്രഹിച്ചാൽ ഉറപ്പായും ചെയ്യാനായി സാധിക്കും. 3 ഓപ്ഷൻസ് ആണ് ഇതിനായി ഉള്ളത്: ന്യൂലി ബെഡഡ് സ്പൗസ്, ന്യൂ ബോൺ ആൻഡ് അഡോപ്റ്റഡ് ചൈൽഡ്. ന്യൂലി ബെഡഡ് സ്പൗസ് എന്നാൽ നിങ്ങൾ പുതുതായി വിവാഹം കഴിഞ്ഞ ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിത പങ്കാളിയെ ഈ പോളിസിയിൽ ആഡ് ചെയ്യിക്കാവുന്നതാണ്. ന്യൂ ബോൺ, നിങ്ങൾ ഫാമിലിയിൽ പുതുതായി ഒരു കുഞ്ഞ് ജനിച്ചിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞിനെയും ഈ പോളിസിയിൽ 1 വർഷത്തിന്റെ ഇടയ്ക്ക് ഇൻക്ലൂഡ് ചെയ്യിക്കാനായി സാധിക്കുന്നതാണ്. അഡോപ്റ്റഡ് ചൈൽഡ്, നിങ്ങൾ നിയമപരമായ ഒരു കുഞ്ഞിനെ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞിനെയും ഈ പോളിസിയിൽ ഇൻക്ലൂഡ് ചെയ്യിക്കാൻ പറ്റുന്നതാണ്. ഇതിനുള്ള 3 കണ്ടീഷൻസ് എന്ന് പറയുന്നത് കല്യാണം കഴിഞ്ഞും ഒരു കുഞ്ഞ് ജനിച്ചും ഒരു കുഞ്ഞിനെ ദത്തെടുത്തതിന് ശേഷവുമുള്ള 90 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ഇൻഷുറൻസ് കമ്പനിയെ ഈ ഇൻഫർമേഷൻ അറിയിക്കേണ്ടതാണ്. എന്നാലേ നിങ്ങൾക്ക് ഈ പറയുന്ന പുതിയ മെമ്പറിനെ പോളിസി ഇയറിന്റെ ഇടയ്ക്ക് പോളിസിയിലേക്ക് ചേർക്കാനായിട്ട് സാധിക്കും. കവറേജ് ആൻഡ് ബെനിഫിറ്റ്സ്. ഇനി പറയാൻ പോകുന്നത് ഈ പോളിസിയുടെ കവറേജ് ആൻഡ് ബെനിഫിറ്റിനെ കുറിച്ചാണ്. ഇതിൽ വരുന്ന ആദ്യത്തെ പോയിന്റ് റൂം റെന്റ് ലിമിറ്റ് ആണ്. ഈ ഒരു പ്ലാനിൽ ഒരു റൂം റെന്റ് ലിമിറ്റും ഇല്ല. നിങ്ങൾക്ക് ഏത് കാറ്റഗറിയിൽ വരുന്ന റൂമും എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഇതിനായി സം ഇൻഷുർഡ് ലഭിക്കുന്നത് 5 ലക്ഷം വരെയാണ്. ICU ട്രീറ്റ്മെന്റിനായിട്ടും ഒരു ക്യാപ്പിംഗും അഥവാ ലിമിറ്റും ഈ പോളിസിയിൽ ഇല്ല. പക്ഷെ നിങ്ങൾ റൂം റെന്റ് കാറ്റഗറിയെ ഡൗൺഗ്രേഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആഡ് ഓൺസ് വെച്ചിട്ട് അതും ചെയ്യാനായി സാധിക്കുന്നതാണ്. എന്തൊക്കെ ഓപ്ഷൻസ് ആണ് കമ്പനി തരുന്നതെന്ന് ആഡ് ഓൺസിന്റെ സെക്ഷനിൽ പറയുന്നതായിരിക്കും. അടുത്ത ഓപ്ഷൻ വരുന്നത് ഫ്രീസ് യുവർ ഏജ് ആണ്. ഇതെന്ന് പറയുന്നത് നിങ്ങൾ പോളിസി എടുക്കുന്ന സമയത്തുള്ള നിങ്ങളുടെ എൻട്രി ഏജ് ലോക്ക്ഡ് ആയിരിക്കും. എന്ന് വെച്ചാൽ ഓരോ വർഷവും നിങ്ങൾ ഒരു ക്ലെയിം എടുക്കുന്നത് വരെ നിങ്ങൾ പോളിസി എടുത്ത സമയത്തുള്ള ഏജിന്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും നിങ്ങളുടെ പ്രീമിയം റേറ്റും വരുന്നത്. 50 വയസ്സിന് മുകളിൽ പ്രീമിയം എടുക്കുന്നവർക്കാണ് ഈ ഒരു ഓപ്ഷൻ ഉള്ളത്. ക്ലെയിം ചെയ്യാത്ത ടൈം വരെ നിങ്ങൾക്ക് ആ പ്രായത്തിന്റെ പ്രീമിയം അടച്ചാൽ മതിയാകും. ഇനി നിങ്ങൾ 55 വയസ്സ് കഴിഞ്ഞവരാണെങ്കിൽ അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ഏജിനനുസരിച്ചുള്ള പ്രീമിയം റേറ്റ് ആയിരിക്കും വരുന്നത്. ഫ്രീസ് യുവർ ഏജ് എന്ന ഓപ്ഷൻ ആ സമയത്ത് വർക്ക് ആവുകയില്ല. 5 വർഷത്തെ ലോങ് ടേം പോളിസി നിങ്ങൾ ഒരുമിച്ച് എടുക്കുകയാണെങ്കിൽ നിങ്ങളിൽ നിന്ന് സെയിം പ്രീമിയം ആയിരിക്കും എടുക്കുന്നത്. അതുകൂടാതെ നിങ്ങൾ 5 വർഷത്തെ ലോങ് ടേം പോളിസി എടുത്തിട്ട് എന്തെങ്കിലും ക്ലെയിം കൂടി എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രീമിയത്തിൽ റിവിഷനും അങ്ങനെയൊന്നും തന്നെ ഉണ്ടാവുകയില്ല. നിങ്ങളുടെ പ്രീമിയം സെയിം തന്നെയായിരിക്കും. അടുത്തതായി വരുന്ന ഓപ്ഷനാണ് ഓട്ടോമാറ്റിക് റീസ്റ്റോറേഷൻ. നിങ്ങളുടെ സം ഇൻഷുർഡ് എന്തെങ്കിലും ചികിത്സാ ചിലവുകൾക്ക് മുഴുവനായോ ഭാഗികമായോ എടുത്തു കഴിഞ്ഞാൽ അത് തനിയെ തന്നെ റീസ്റ്റോർ ആകുന്നതായിരിക്കും. അതായത് നിങ്ങളുടെ നെക്സ്റ്റ് ക്ലെയിമിന് വേണ്ടി നിങ്ങളുടെ സം ഇൻഷുർഡ് 100% റീസ്റ്റോർ ആകുന്നതാണ്. അടുത്തതായി വരുന്ന ഓപ്ഷനാണ് ഡേ കെയർ ട്രീറ്റ്മെന്റ്.
ഇതിൽ വരുന്ന ട്രീറ്റ്മെന്റ്, സർജറീസ്, പ്രൊസീജിയേഴ്സ് ഇതിനെല്ലാം വേണ്ടി 24 മണിക്കൂർ അഡ്മിറ്റ് ആവേണ്ട ആവശ്യമില്ല. അതെല്ലാം ഈ പ്ലാൻ കവർ ചെയ്യും. അടുത്ത വരുന്ന ഓപ്ഷനാണ് പ്രീ ആൻഡ് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ. ട്രീറ്റ്മെന്റിനായിട്ട് കമ്പനി അപ്രൂവ് ചെയ്തിട്ടുള്ള ക്ലെയിം ലഭിക്കുന്നതാണ്. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുന്നതിന് 90 ദിവസം മുൻപുള്ള ഈ പറഞ്ഞ ട്രീറ്റ്മെന്റ് ആയിട്ട് ബന്ധപ്പെട്ട മെഡിക്കൽ എക്സ്പെൻസസിനും ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി 180 ദിവസം വരെയുള്ള മെഡിക്കൽ എക്സ്പെൻസസിനും വേണ്ടിയിട്ട് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുന്നതാണ്. അടുത്തതായി വരുന്ന ഓപ്ഷനാണ് മോഡേൺ ട്രീറ്റ്മെന്റ്സ്. ഈ ഓപ്ഷൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫീച്ചറാണ്. ഇന്നത്തെ കാലത്തെ ട്രീറ്റ്മെന്റ് ഒക്കെയും ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആണ്. IRDA ലിസ്റ്റ് ചെയ്തിരിക്കുന്ന 12 ലിസ്റ്റഡ് മോഡേൺ ട്രീറ്റ്മെന്റ്സ് ആണ് ഈ ചാർട്ടിൽ പറയുന്നത്. ഇതിനൊരു സബ് ലിമിറ്റ് ഇല്ല. അപ് ടു സം ഇൻഷുർഡ് സൂപ്പർ സ്റ്റാർ പ്ലാൻ കവർ ചെയ്യും. അടുത്ത ഓപ്ഷനാണ് ആയുഷ് ട്രീറ്റ്മെന്റ്സ്. ആയുഷ് ഹോസ്പിറ്റൽസിൽ വരുന്ന ആയുർവേദം, യോഗ, നാച്ചുറോപ്പതി, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി ഇതിന്റെയൊക്കെ ഇൻ പേഷ്യന്റ് ട്രീറ്റ്മെന്റിന് കവറേജ് ലഭിക്കുന്നതാണ്. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്. യോഗ ആൻഡ് നാച്ചുറോപ്പതിയുടെ ട്രീറ്റ്മെന്റിന്റെ ക്ലെയിമിനായി നിങ്ങൾ നേരത്തെ തന്നെ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് അപ്രൂവൽ വാങ്ങിയിരിക്കണം. അടുത്ത ഓപ്ഷനാണ് റോഡ് ആംബുലൻസ്. ഒരു മെഡിക്കൽ എമർജൻസി ഉണ്ടായാൽ ഹോസ്പിറ്റലൈസേഷന് വേണ്ടി റോഡ് ആംബുലൻസ് പേഷ്യന്റിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നതിനോ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നതിനോ ഡിസ്ചാർജ് ആയി കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് പോകുന്നതിനുമുള്ള ട്രാൻസ്പോർട്ടേഷൻ കവറേജ് ലഭിക്കുന്നു. അടുത്ത ഓപ്ഷനാണ് എയർ ആംബുലൻസ്. ഒരു മെഡിക്കൽ എമർജൻസി സിറ്റുവേഷനിൽ എയർ ആംബുലൻസ് ഉപയോഗിക്കേണ്ടതായി വന്നാൽ 5 ലക്ഷം വരെ ഒരു പോളിസി ഇയറിൽ കവറേജ് ലഭിക്കുന്നതാണ്. അടുത്ത പോയിന്റാണ് ഓർഗൻ ഡോണർ എക്സ്പെൻസസ്. ഓർഗൻ ഡൊണേറ്റ് ചെയ്യുന്നതിന്റെ എക്സ്പെൻസസിന് കവറേജ് ലഭിക്കുന്നു അപ് ടു സം ഇൻഷുർഡ്. സ്ക്രീനിങ്ങിനും ഡോണറിനെ കിട്ടുന്നതിനുമുള്ള കവറേജ് ഇതിൽ ലഭിക്കുന്നില്ല. പക്ഷെ മറ്റൊരു അഡ്വാൻറ്റേജ് ഇതിൽ വരുന്നുണ്ട്. ഒരു പ്രാവശ്യം ഓർഗൻ ട്രാൻസ്പ്ലാന്റ് ചെയ്തു കഴിഞ്ഞാൽ അതിനുശേഷം ഡോണറിന് എന്തെങ്കിലും തരത്തിലുള്ള കോംപ്ലിക്കേഷൻസ് വന്നാൽ, എന്തെങ്കിലും സർജറിയോ മറ്റോ വീണ്ടും ചെയ്യേണ്ടി വന്നാൽ അതും ഈ പ്ലാനിൽ കവർ ചെയ്യപ്പെടുന്നതാണ്. ഒരു പ്രാവശ്യം ഡോണറിനെ ഡിസ്ചാർജ് ചെയ്തു കഴിഞ്ഞാൽ അടുത്ത 180 ദിവസം അഥവാ 6 മാസത്തിനുള്ളിൽ ഡോണറിനെ ICUവിൽ വെച്ചിട്ട് എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടതായി വന്നാൽ അതും സൂപ്പർ സ്റ്റാർ പ്ലാൻ കവർ ചെയ്യുന്നതാണ്. അടുത്ത പോയിന്റാണ് ഹോം കെയർ ട്രീറ്റ്മെന്റ്. ഇത് ആശുപത്രിക്ക് പകരം വീട്ടിൽ വെച്ച് നടത്തുന്ന ട്രീറ്റ്മെന്റ് ആണ്. ഇപ്പോൾ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത് ഹോം കെയർ ട്രീറ്റ്മെന്റിന് വേണ്ടി കവർ ചെയ്യപ്പെടുന്ന ലിസ്റ്റ് ഓഫ് കണ്ടീഷൻസ് ആണ്. അടുത്ത പോയിന്റ് ആണ് ഡൊമിസിലറി ട്രീറ്റ്മെന്റ്. എന്തെങ്കിലും കാരണത്താൽ, അതായത് രോഗി ആശുപത്രിയിൽ പോകാൻ കഴിയാത്ത കണ്ടീഷനിലോ ഹോസ്പിറ്റലിൽ ബെഡ് അവൈലബിൾ അല്ലെങ്കിലോ ട്രീറ്റ്മെന്റ് വീട്ടിൽ വെച്ച് ചെയ്യേണ്ടതായിട്ട് വരും. ഇതും ഈ പ്ലാനിൽ കവർ ചെയ്യപ്പെടുന്നതാണ്. അടുത്ത പോയിന്റ് ആണ് ഇ മെഡിക്കൽ ഒപ്പീനിയൻ. ഇമെയിൽ ഉപയോഗിച്ച് നിങ്ങൾക്ക് സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസിന്റെ ഡോക്ടർ പാനലിൽ നിന്ന് ഓപ്ഷൻ നേടാൻ സാധിക്കും. എന്തെങ്കിലും തരത്തിലുള്ള മെഡിക്കൽ കണ്ടീഷൻസ് ഡയഗ്നോസിസ് ചെയ്യപ്പെട്ടാൽ നിങ്ങളുടെ മുഴുവൻ ഡയഗ്നോസിസുമായി ബന്ധപ്പെട്ട ഡോക്യുമെന്റ് ഇവിടെ കൊടുത്തിരിക്കുന്ന ഇമെയിൽ ഐഡിയിലേക്ക് അയച്ചാൽ മതിയാകും. ഇമെയിൽ eMedicalOpinion@starhealth.in എന്ന ഈ ഇമെയിൽ ഐഡിയിലേക്ക് നിങ്ങളുടെ ഡോക്യുമെന്റ്സ് അയച്ചാൽ മതിയാകും. എന്നിട്ട് എന്ത് അഭിപ്രായമാണോ നിങ്ങൾക്ക് വേണ്ടത് അത് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അടുത്ത ഓപ്ഷനാണ് പ്രീമിയം വെയ്വർ. ഇതൊരു ഇമ്പോർട്ടന്റ് ഫീച്ചർ തന്നെയാണ്. പ്രീമിയം വെയ്വർ എന്നാൽ നിങ്ങൾ പ്രീമിയം അടയ്ക്കേണ്ടതായി വരുന്നില്ല. നിങ്ങളുടെ പ്രീമിയം ഒഴിവാക്കപ്പെടും. പ്രീമിയം വരുന്നത് 2 കണ്ടീഷനിലായിരിക്കും. ഈ പോളിസി എടുത്തിരിക്കുന്ന ഇൻഷുർഡ് പേഴ്സൺ അനക്ഷർ 1ൽ പറയുന്നത് പോലെ എന്തെങ്കിലും ക്രിട്ടിക്കൽ രോഗത്തിന് ഡയഗ്നോസിസ് ചെയ്യപ്പെടുകയോ അല്ലെങ്കിൽ ഇൻഷുർഡ് പേഴ്സണ് ആക്സിഡന്റൽ ഡെത്ത് ഉണ്ടാവുകയോ ചെയ്താൽ അടുത്ത പോളിസി ഇയറിലെ റിന്യൂവൽ പ്രീമിയം അഥവാ പുതുക്കേണ്ട പ്രീമിയം ഒഴിവാക്കപ്പെടുന്നതായിരിക്കും. അതായത് നിങ്ങൾക്ക് പ്രീമിയം അടയ്ക്കേണ്ടതായിട്ട് വരുന്നില്ല. ഇത് ഈ പ്ലാനിന്റെ ഒരു സ്റ്റാൻഡേർഡ് ഫീച്ചറാണ്. അടുത്ത പോയിന്റ് ആണ് ക്യുമുലേറ്റീവ് ബോണസ്. ഇൻഷുർഡ് ചെയ്തിരിക്കുന്ന വ്യക്തി ക്ലെയിം ഒന്നും എടുത്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ സം ഇൻഷുർഡ് 50% കൂടുന്നതായിരിക്കും. മാക്സിമം 100% വരെ കൂടുന്നതായിരിക്കും. ഉദാഹരണത്തിന് ഒരാളുടെ പോളിസി 10 ലക്ഷത്തിന്റെ ആണെങ്കിൽ അടുത്ത 2 വർഷത്തേക്ക് ക്ലെയിം ഒന്നും എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് റിന്യൂവലിൽ ഇത് അപ് ടു 100% വരെ കൂടുന്നതാണ്. അതായത് 10 ലക്ഷം രൂപ 20 ലക്ഷം രൂപ ആകുന്നതാണ്. ഇതാണ് ക്യുമുലേറ്റീവ് ബോണസിന്റെ ബെനിഫിറ്റ്. അടുത്ത ഓപ്ഷനാണ് ഡെന്റൽ ചെക്കപ്പ്. പോളിസി ഹോൾഡേഴ്സിൽ നിന്ന് ഏതൊരു ഇൻഷുർഡ് പേഴ്സണും കൺസൾട്ടേഷനും ഡെന്റൽ എക്സ്റേക്കും സ്കെയിലിംഗിനുമൊക്കെ കവറേജ് ലഭിക്കുന്നതാണ്. പക്ഷെ ഇത് ഫസ്റ്റ് പോളിസി ഇയറിൽ ലഭിക്കില്ല. സെക്കൻഡ് ആൻഡ് തേർഡ് പോളിസി ഇയറിലാണ് നിങ്ങൾക്ക് ഇതിന്റെ കവറേജ് ലഭിക്കുന്നത്. ഇനി പറയാൻ പോകുന്നത് ഈ വീഡിയോയുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെക്ഷനാണ്. അതാണ് ഈ ആഡോൺസിന്റെ സെക്ഷൻ. ആഡോൺസ് എന്ന് പറയുന്നത് നിങ്ങളുടെ പോളിസിയെ തന്നെ മാറ്റിയെടുക്കാൻ കഴിയുന്ന ഒന്നാണ്. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് പോളിസി മാറ്റിയെടുക്കാൻ കഴിയുന്നതാണ്. അടുത്ത ഓപ്ഷനാണ് ലിമിറ്റ്ലെസ് കവർ. സൂപ്പർ സ്റ്റാർ പ്ലാനിൽ വരുന്ന ആദ്യത്തെ ആഡോൺ ആണ് ലിമിറ്റ്ലെസ് കവർ. അതായത്
നിങ്ങൾ ലൈഫ് ടൈമിൽ എടുക്കുന്ന ഏതൊരു ക്ലെയിമിനെയും അൺലിമിറ്റഡ് സം ഇൻഷുർഡിലോട്ട് കൺവേർട്ട് ചെയ്യാൻ കഴിയുന്നതാണ്. നിങ്ങൾ ഈ ലിമിറ്റ്ലെസ് ആഡ് ഓൺ എടുത്തിട്ടുണ്ടെങ്കിൽ ഏതൊരു ക്ലെയിമിനാണെങ്കിലും നിങ്ങൾക്ക് സം ഇൻഷുർഡ് ലിമിറ്റ് ഉണ്ടായിരിക്കില്ല. നിങ്ങളുടെ സം ഇൻഷുർഡ് അൺലിമിറ്റഡ് ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധിക്കും. പക്ഷെ അതിനായി നിങ്ങൾ ലിമിറ്റ്ലെസ് കവറിന്റെ ആഡ് ഓൺസ് എടുക്കേണ്ടതായിട്ട് വരും. അടുത്ത ആഡ് ഓൺ ആണ് സ്മാർട്ട് നെറ്റ്വർക്ക്. ഹോസ്പിറ്റൽസിന്റെ ലിസ്റ്റ് നിങ്ങൾക്ക് സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസിന്റെ വെബ്സൈറ്റിൽ ലഭിക്കുന്നതാണ്. നിങ്ങൾ ഈ ആഡ് ഓൺ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്മാർട്ട് നെറ്റ്വർക്ക് ഹോസ്പിറ്റൽസിൽ ചികിത്സ ചെയ്യാനുള്ള മുഴുവൻ ക്ലെയിമും കിട്ടുന്നതാണ്. ലിസ്റ്റിന് പുറത്തുള്ള ആശുപത്രികളിൽ നിന്നാണ് നിങ്ങൾ ചികിത്സ തേടുന്നതെങ്കിൽ 15% കോ പേയ്മെന്റ് നൽകേണ്ടതായിട്ട് വരും. മറ്റൊരു ഉപയോഗം എന്തെന്നാൽ നിങ്ങൾ ഈ ആഡ് ഓൺ എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രീമിയത്തിൽ 15% ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. ഈ സ്മാർട്ട് നെറ്റ്വർക്കിന്റെ ആഡ് ഓൺസിൽ സോൺ സി സെക്ഷനിലുള്ള സിറ്റികൾ റെസ്റ്റ് ഓഫ് ഇന്ത്യയിലാണ് വരുന്നത്. അവിടെ ഈ ഒരു ആഡ് ഓൺ ആപ്ലിക്കബിൾ ആയിരിക്കില്ല. അടുത്ത ഓപ്ഷനാണ് ക്വിക്ക് ഷീൽഡ്. സ്ക്രീനിൽ ഇപ്പോൾ 5 മെഡിക്കൽ കണ്ടീഷൻസ് കൊടുത്തിരിക്കുന്നു. ഇതെല്ലാം ക്വിക്ക് ഷീൽഡ് കവർ ചെയ്യുന്നതാണ്. ക്വിക്ക് ഷീൽഡ് വെച്ച് നിങ്ങൾക്ക് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന ഈ അസുഖങ്ങളുടെ വെയിറ്റിംഗ് പീരീഡ് കുറയ്ക്കാവുന്നതാണ്. ഈ കണ്ടീഷൻസിന്റെ വെയിറ്റിംഗ് പീരീഡ് നിങ്ങൾക്ക് 30 ദിവസമായി ചുരുക്കാൻ കഴിയുന്നതാണ്. ഈ കണ്ടീഷൻസിന് 31 ദിവസം മുതലുള്ള കവറേജ് ലഭിക്കുന്നതാണ്. ഇതിനായി വരുന്ന കണ്ടീഷൻസ് ഓർ റൂൾസ്: നിങ്ങൾക്ക് ഈ ആഡ് ഓൺസ് 65 വയസ്സിന് മുൻപേ ലഭിക്കുകയുള്ളൂ. അതിനുശേഷം നിങ്ങൾക്ക് ഈ ആഡ് ഓൺസ് ചൂസ് ചെയ്യാൻ കഴിയില്ല. അടുത്ത ഓപ്ഷനാണ് നോൺ മെഡിക്കൽ ഐറ്റംസ്. നോൺ മെഡിക്കൽ ഐറ്റംസ് അഥവാ കൺസ്യൂമബിൾ ആയിട്ടുള്ള ഐറ്റംസ് നിങ്ങൾക്ക് ഈ പോളിസിയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ കഴിയുന്നതാണ്. അനക്ഷൂർ 1-ൽ പറയുന്ന എന്തൊക്കെ നോൺ മെഡിക്കൽ ഐറ്റംസ് ആണോ ലിസ്റ്റിൽ ചെയ്തിരിക്കുന്നത് അതൊക്കെ ഇൻക്ലൂഡ് ആവുന്നതാണ്. ഈ ആഡ് ഓൺ എടുത്ത് മാത്രമേ ഈ ഓപ്ഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അടുത്ത ഓപ്ഷനാണ് സൂപ്പർ സ്റ്റാർ ബോണസ്. നിങ്ങൾ ഈ ആഡ് ഓൺ എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ക്യുമുലേറ്റീവ് ബോണസ് അത് 100% ഓരോ വർഷവും കൂടുന്നതായിരിക്കും. ഇതിന് മാക്സിമം ലിമിറ്റ് ഒന്നുമില്ല. അതായത് നിങ്ങളുടെ പോളിസി 20 ലക്ഷത്തിന്റെ ആണെങ്കിൽ ഓരോ വർഷവും നിങ്ങൾ ക്ലെയിം എടുത്താലും ഇല്ലെങ്കിലും 20 ലക്ഷം വെച്ച് കൂടുന്നതായിരിക്കും. അടുത്ത ആഡ് ഓൺ ആണ് ഫ്യൂച്ചർ ഷീൽഡ്. ഇതെന്ന് പറയുന്നത് ഒരു വ്യക്തി അഥവാ ഇൻഷുർഡ് പേഴ്സൺ 1, 2, 3 വർഷം പോളിസി റിന്യൂ ചെയ്ത് അതിനുശേഷം കല്യാണം കഴിഞ്ഞാൽ അയാളുടെ പുതിയ ലൈഫ് പാർട്ട്ണറിനെയും ഈ പോളിസിയിൽ ചേർത്ത് കഴിഞ്ഞാൽ ഇൻഷുർഡ് പേഴ്സൺ എത്ര വെയിറ്റിംഗ് പീരീഡ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ അത്രയും തന്നെ വെയിറ്റിംഗ് പീരീഡ് പുതിയ ലൈഫ് പാർട്ട്ണറിന് ഒഴിവാക്കപ്പെടുന്നതായിരിക്കും. അതായത് വെയിറ്റിംഗ് പീരീഡിന് പകരം കണ്ടിന്യൂസ് ബെനിഫിറ്റ് പുതിയ ലൈഫ് പാർട്ട്ണറിന് കിട്ടുന്നതായിരിക്കും. ഫ്യൂച്ചർ ഷീൽഡ് എടുക്കാനുള്ള കണ്ടീഷൻ നിങ്ങളുടെ ലൈഫ് പാർട്ട്ണറിന് 35 വയസ്സിന് താഴെയായിരിക്കണം പ്രായം. കല്യാണം കഴിഞ്ഞിട്ട് 120 ദിവസത്തിനുള്ളിൽ ലൈഫ് പാർട്ട്ണറിനെ പോളിസിയിൽ ആഡ് ചെയ്യിക്കേണ്ടതാണ്. ഈ കവറേജ് ലഭിക്കണമെങ്കിൽ നിങ്ങൾ ഫ്യൂച്ചർ ഷീൽഡ് ആഡ് ഓൺ എടുക്കേണ്ടതാണ്. ഇപ്പോൾ പവർലിങ്ക് ഇൻഷുറൻസ് ഡിവിഷനിൽ നിന്നും നിങ്ങൾക്കായി ഒരു പുതുപുത്തൻ ഇൻഷുറൻസ് ഓഫർ. ഹെൽത്ത് ഇൻഷുറൻസ്, ലൈഫ് ഇൻഷുറൻസ്, അതുമല്ലെങ്കിൽ ഏതെങ്കിലും ജനറൽ ഇൻഷുറൻസ് ഞങ്ങളിൽ കൂടെ എടുക്കുന്നതിലൂടെ നിങ്ങളും ഞങ്ങളുടെ പാർട്ട്ണർ ആവുന്നു. അതിലൂടെ നിങ്ങൾക്കും ഒരു ഇൻകം ജനറേറ്റ് ആവുകയും അതിലൂടെ നിങ്ങളുടെ ഇൻഷുറൻസുകൾ റീന്യൂവൽ ചെയ്യുന്നതിനും EMI അടയ്ക്കുന്നതിനും ഉപയോഗിക്കാം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: നിങ്ങളുടെ റിലേറ്റീവ്സ് ഓർ ഫ്രണ്ട്സിന് ഏതെങ്കിലും ഇൻഷുറൻസ് എടുക്കേണ്ടി വരുമ്പോൾ ഞങ്ങൾക്ക് ലീഡ് തരിക. അതുവഴി നിങ്ങൾക്ക് ലഭിക്കുന്ന പോയിന്റ് ഇൻകമായി മാറുന്നു. 3% മുതൽ 20% വരെ നിങ്ങൾക്കും ഇതുവഴി ഇൻകം ലഭിക്കുന്നു. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് പവർലിങ്ക് നമ്പർ 9495116601. അടുത്തതായി ഇതിൽ വരുന്നത് മെറ്റേണിറ്റി ആഡ് ഓൺ ഓപ്ഷൻ ആണ്. ഇതിൽ ടോട്ടൽ 3 ഓപ്ഷൻസ് ആണ് വരുന്നത്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാൻ കഴിയുന്നതാണ്. വളരെ ശ്രദ്ധിച്ച് കേൾക്കേണ്ടതാണ്. ഓപ്ഷൻ എയുടെ ഉള്ളിൽ വരുന്നത് നിങ്ങളുടെ മെറ്റേണിറ്റി കവറേജ് ആണ്. സി സെക്ഷന്റെ കവറേജിനായാലും നോർമൽ ഡെലിവറി കവറേജിനായാലും വെയിറ്റിംഗ് പീരീഡ് വരുന്നത് 24 മാസമാണ്. സം ഇൻഷുർഡ് എന്നത് അഥവാ ഡെലിവറിക്ക് നിങ്ങൾക്ക് എത്ര ചാർജസ് ക്ലെയിം ചെയ്യാൻ കഴിയും എന്നതിന് 2 ഓപ്ഷൻസ് ഉണ്ട്. പെർ ഡെലിവറീസിന് 50,000 രൂപ മുതൽ 1 ലക്ഷം രൂപ വരെയാണ് വരുന്നത്. നമ്പർ ഓഫ് ഡെലിവറീസ് ആഡ് ഓൺസിൽ കവർ ചെയ്യപ്പെടുന്നതാണ്. 4 ലൈഫ് ടൈമിൽ 4 ഡെലിവറീസിന് കവറേജ് കിട്ടുന്നതാണ്. പിന്നെ സബ്സിക്വന്റ് ഡെലിവറീസിൽ ഒരു വെയിറ്റിംഗ് പീരീഡും ഇല്ല. നിങ്ങളുടെ ആദ്യത്തെ ഡെലിവറിയുടെ വെയിറ്റിംഗ് പീരീഡ് കവർ ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ അതിനുശേഷം ഒരു വെയിറ്റിംഗ് പീരീഡും ആപ്ലിക്കബിൾ ആയിരിക്കില്ല. ഇതൊക്കെയാണ് ഓപ്ഷൻ എയിൽ വരുന്നത്. ഓപ്ഷൻ ബിയിലേക്ക് വരുമ്പോൾ വെയിറ്റിംഗ് പീരീഡ് വരുന്നത് 12 മാസമാണ്. നിങ്ങൾക്ക് 24 മാസത്തെ വെയിറ്റിംഗ് പീരീഡ് ഇല്ല. നിങ്ങൾക്ക് ആദ്യത്തെ ഡെലിവറി ചാർജസ് കവർ ചെയ്യണമെങ്കിൽ നിങ്ങൾ 12 മാസത്തെ വെയിറ്റിംഗ് പീരീഡ് എടുക്കേണ്ടതാണ്. പക്ഷെ നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്ന കവറേജ്, അതായത് ഡെലിവറി എക്സ്പെൻസസിന് വേണ്ടി ലഭിക്കുന്ന കവറേജ് 30,000 രൂപയാണ്. അത് സി സെക്ഷൻ ആയാലും നോർമൽ ഡെലിവറി ആയാലും സെയിം തന്നെയാണ്. ഇതിൽ മുഴുവൻ 4 ഡെലിവറീസ് 4 ലൈഫ് ടൈമിലാണ് വരുന്നത്. സബ്സിക്വന്റ് ഡെലിവറിക്ക് വെയിറ്റിംഗ് പീരീഡ് വരുന്നില്ല. അടുത്ത ആഡ് ഓൺ ആണ് ന്യൂ ബോൺ ബേബി കവർ.
കുട്ടി ജനിച്ച ദിവസം മുതൽ അടുത്ത 90 ദിവസം വരെയുള്ള കവറേജ് ലഭിക്കുന്നു. ഇത് ഓപ്ഷൻ എയിലും ബിയിലും കോമൺ ആയിരിക്കും. നിങ്ങൾ ഇതിൽ ഏത് ഓപ്ഷൻ തിരഞ്ഞെടുത്താലും ന്യൂബോൺ ബേബി കവർ അതിലുണ്ടാവും. ഈ കവറേജിന്റെ കീഴിൽ നിങ്ങളുടെ പോളിസിയിൽ സം ഇൻഷ്യൂർഡ് 5 ലക്ഷം മുതൽ 25 ലക്ഷം വരെ ആണെങ്കിൽ 2 ലക്ഷം വരെയുള്ള ന്യൂബോൺ ബേബി കവറേജ് ലഭിക്കുന്നതാണ്. മാക്സിമം 5 ലക്ഷം വരെയാണ് കവറേജ് കിട്ടുന്നത്. ഓപ്ഷൻ എയും ബിയും അല്ലാതെ ഓപ്ഷൻ സിയും ഇതിൽ വരുന്നുണ്ട്. ഇവിടെ മെറ്റേണിറ്റി ചാർജസ് നോർമൽ ഡെലിവറിയുടെ തന്നെയാണ്. സി സെക്ഷനിലും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഡെലിവറിയിൽ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് വന്നാൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് അസിസ്റ്റ് റീപ്രൊഡക്ഷൻ ട്രീറ്റ്മെന്റ് എടുക്കേണ്ടതായി വന്നാൽ നിങ്ങൾ ഓപ്ഷൻ സി തിരഞ്ഞെടുക്കേണ്ടതാണ്. ഇതിൽ IVF എന്ന പ്രോസസ്സും നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ കഴിയുന്നതാണ്. കവറേജ് 1 ലക്ഷം, 2 ലക്ഷം, 4 ലക്ഷം രൂപ വരെ നിങ്ങളുടെ സം ഇൻഷ്യൂർഡിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ഓഫർ ചെയ്തിട്ടുണ്ട്. ഈ കവറേജിന്റെ വെയിറ്റിംഗ് പീരീഡ് 24 മാസമാണ്. ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യം മാത്രമേ ഇത് ലഭിക്കുകയുള്ളൂ. ഇതിൽ അടുത്തതായി വരുന്ന ആഡോൺ ആണ് വുമൺ കെയർ. ഇത് വളരെ ഉപകാരമുള്ള ഒരു ആഡോൺ ആണ്. വുമൺ കെയർ സ്റ്റാറിന്റെ ഒരു ഫേമസ് പ്ലാൻ ആണ്. ഇത് വുമൺ ഓറിയന്റഡ് ആണ്. ഈ ആഡോൺ വെച്ചിട്ട് നിങ്ങൾക്ക് ഈ പ്ലാനിൽ ഇതിൽ പറയാൻ പോകുന്ന ഫീച്ചേഴ്സ് എടുക്കാൻ സാധിക്കുന്നതാണ്. ഒരു പ്രഗ്നന്റ് ലേഡി തന്റെ കുഞ്ഞ് ജനിച്ച് 90 ദിവസം വരെയുള്ള കവറേജ് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ കുഞ്ഞിനെ പോളിസിയിൽ ഇൻഷുർ ചെയ്യിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വുമൺ കെയർ ആഡോൺ എടുക്കാവുന്നതാണ്. ഇതിന് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ 12ാമത്തെയും 20ാമത്തെയും ആഴ്ചയിലെ പ്രഗ്നൻസി സ്കാനിംഗ് റിപ്പോർട്ട് നിങ്ങൾ ഇൻഷുറൻസ് കമ്പനിയിൽ സബ്മിറ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ന്യൂബോൺ ബേബി കവറേജ് നിങ്ങൾക്ക് കുട്ടി ജനിച്ച് ആദ്യ ദിവസം മുതൽ തന്നെ കിട്ടുന്നതായിരിക്കും. എത്ര കവറേജ് ലഭിക്കുമെന്നുള്ളത് നിങ്ങളുടെ സം ഇൻഷ്യൂർഡിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. സം ഇൻഷ്യൂർഡ് 5 ലക്ഷം മുതൽ 25 ലക്ഷം വരെ ആണെങ്കിൽ കവറേജ് വരുന്നത് 2 ലക്ഷമാണ്. 50 ലക്ഷം മുതൽ 1 കോടി വരെയാണ് സം ഇൻഷ്യൂർഡ് എങ്കിൽ കവറേജ് വരുന്നത് 5 ലക്ഷമാണ്. അടുത്ത ആഡോൺ ആണ് ഹൈ എൻഡ് ഡയഗ്നോസിസ്. ഇതിനെപ്പറ്റിയുള്ള വിവരങ്ങളാണ് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിൽ കൊടുത്തിരിക്കുന്ന ടെസ്റ്റുകൾ OPTയുടെ ബേസിസിൽ ചെയ്യാനായി കഴിയുന്നതാണ്. ഒരു വർഷത്തിനുള്ളിൽ 25,000 രൂപ വരെ നിങ്ങൾക്ക് കവറേജ് ലഭിക്കുന്നതാണ്. അതിനായി നിങ്ങൾക്ക് ഈ ആഡോൺ എടുക്കേണ്ടതായിട്ടുണ്ട്. അടുത്ത ആഡോൺ ആണ് പേഴ്സണൽ ആക്സിഡന്റൽ കവർ. ഇവിടെ നിങ്ങൾക്ക് ലഭിക്കുന്നത് 2 ഓപ്ഷൻസ് ആണ്. ഓപ്ഷൻ എയിൽ വരുന്നത് പേഴ്സണൽ ആക്സിഡന്റൽ ഡെത്ത് ആണ്. നിങ്ങൾക്ക്, അതായത് നിങ്ങളുടെ ഫാമിലിക്ക് പേഴ്സണൽ ആക്സിഡന്റൽ ഡെത്ത് ബെനിഫിറ്റ് കിട്ടുന്നതാണ്. അഥവാ ഒരു അഡൾട്ട് പോളിസി ഹോൾഡറിന്റെ ഡെത്ത് സംഭവിച്ചാൽ സം ഇൻഷ്യൂർഡിന്റെ ക്ലെയിം അദ്ദേഹത്തിന്റെ ഫാമിലിക്ക് ലഭിക്കുന്നതായിരിക്കും. ഇതിനോടൊപ്പം നിങ്ങൾക്ക് മറ്റൊരു കവറേജും എടുക്കാവുന്നതാണ്. അതാണ് ഓപ്ഷൻ ബി ആയ പേഴ്സണൽ ആക്സിഡന്റൽ ഡെത്തും പെർമനന്റ് ടോട്ടൽ ഡിസബിലിറ്റിയും. ഇതിലും സം ഇൻഷ്യൂർഡിന്റെ ക്ലെയിം പോളിസി ഹോൾഡറിന്റെ പേരിൽ, അതായത് പോളിസി ഹോൾഡറിന്റെ ഫാമിലിക്ക് ലഭിക്കുന്നതാണ്. ഇതിൽ വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം, ഇതിൽ ജോഗ്രഫിക് ലിമിറ്റ് ഒന്നും വരുന്നില്ല എന്നതാണ്. അതായത് ലോകത്ത് എവിടെ വെച്ചാണ് ആക്സിഡന്റ് നടക്കുന്നതെങ്കിലും ഈ പ്ലാൻ വെച്ച് അതിന് കവറേജ് ലഭിക്കുന്നതായിരിക്കും. അടുത്തതായി വരുന്ന ആഡോൺ ആണ് ആനുവൽ ഹെൽത്ത് ചെക്കപ്പ്. ഇത് നിങ്ങൾക്ക് പോളിസി എടുത്ത് ആദ്യ ദിവസം തന്നെ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഈ ആഡോൺ എടുത്തു കഴിഞ്ഞാൽ സം ഇൻഷ്യൂർഡിന്റെ 1%, അതായത് മാക്സിമം 25,000 രൂപയ്ക്ക് വരെ ഹെൽത്ത് ചെക്കപ്പ് ചെയ്യാനായി സാധിക്കുന്നതാണ്. ഇതിന് വരുന്ന കണ്ടീഷൻസ് എന്ന് പറയുന്നത്, 1. നിങ്ങൾ ഈ ടെസ്റ്റ് ക്യാഷ്ലെസ് ലാബിലായിരിക്കണം ചെയ്യേണ്ടത്. അഥവാ സ്റ്റാർ ഹെൽത്തുമായിട്ട് ടൈപ്പ് ഉള്ള ലാബിൽ ഈ ടെസ്റ്റ് നടക്കുന്നതായിരിക്കും. അതുകൂടാതെ നിങ്ങൾക്ക് ഈ പൈസ വാക്സിനേഷൻ എക്സ്പെൻസസിന് വേണ്ടിയും ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. ഈ പ്ലാനിൽ വരുന്ന അടുത്ത ആഡോൺ ആണ് വോളണ്ടറി കോ പേയ്മെന്റ്. നിങ്ങളുടെ ഓരോ ക്ലെയിമിനും കോ പേയ്മെന്റ് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അഥവാ നിങ്ങളുടെ ടോട്ടൽ ക്ലെയിം എമൗണ്ടിൽ നിന്ന് കുറച്ച് പൈസ നിങ്ങൾ അടക്കുകയാണെങ്കിൽ നിങ്ങളുടെ പ്രീമിയവും അതിനനുസരിച്ച് കുറയുന്നതായിരിക്കും. നിങ്ങൾ ലോവർ പ്രീമിയം അടയ്ക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ആഡോൺ എടുക്കാവുന്നതാണ്. ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഓപ്ഷൻസ് ആണ് വരുന്നത്. സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത് നോക്കുക. 10% മുതൽ 50% വരെയാണ് കോ പേയ്മെന്റ് വരുന്നത്. അടുത്ത ആഡോൺ ആണ് വോളണ്ടറി ഡിഡക്റ്റബിൾ. നിങ്ങൾ വോളണ്ടറി ഡിഡക്റ്റബിൾ ആണ് ചൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ പെർസെന്റേജിന് പകരം നിങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ ഒരു നിശ്ചിത തുക അത് നിങ്ങൾ അടയ്ക്കേണ്ടതായിട്ട് വരും. അതിനുശേഷം മാത്രമാണ് ഈ പ്ലാനിന്റെ കവറേജ് സ്റ്റാർട്ട് ചെയ്യുക. ഇതിൽ ഓപ്ഷൻസ് വരുന്നത് 10,000 മുതൽ 10 ലക്ഷം വരെയാണ്. ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഓപ്ഷൻസ് ആണ്. ഇതിനായി വരുന്ന കണ്ടീഷൻസ്, ഒരു പ്ലാനിനുള്ളിൽ തന്നെ വോളണ്ടറി കോ പേയ്മെന്റും വോളണ്ടറി ഡിഡക്റ്റബിളും ഒരുമിച്ചെടുക്കാൻ സാധിക്കുകയില്ല. അടുത്ത ഓപ്ഷനാണ്, അതായത് അടുത്ത ആഡോൺ ആണ് റൂം റെന്റ് മോഡിഫിക്കേഷൻ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ പ്ലാനിനുള്ളിൽ റൂം റെന്റ് മോഡിഫിക്കേഷന് ലിമിറ്റ്സ് ഒന്നും വരുന്നില്ല. പക്ഷെ നിങ്ങൾ ലിമിറ്റ് എന്തെങ്കിലും വയ്ക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ഈ ആഡോൺ എടുക്കുന്നത് വഴി കിട്ടുന്നതാണ്. ഇതുവഴി നിങ്ങളുടെ പ്രീമിയവും കുറയുന്നതാണ്. ഇതിൽ വരുന്നത് 3 ഓപ്ഷൻസ് ആണ്. സിംഗിൾ പ്രൈവറ്റ് AC റൂം, ഷെയർഡ് റൂം, പിന്നെ ജനറൽ വാർഡ്.
ഈ ആഡ് ഓൺ എടുത്തുകൊണ്ട് നിങ്ങളുടെ പ്രീമിയം കുറയ്ക്കാവുന്നതാണ്. അടുത്ത ആഡ് ഓൺ ആണ് ഡ്യൂറബിൾ എക്യുപ്മെന്റ് കവർ. ഇവിടെ കൊടുത്തിരിക്കുന്ന ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഈ 9 ഡ്യൂറബിൾ എക്യുപ്മെന്റ് ഐറ്റംസ് ശ്രദ്ധിക്കുക. ഇതിൽ കൊടുത്തിരിക്കുന്ന ഈ ഡ്യൂറബിൾ എക്യുപ്മെന്റ്സിന് കവറേജ് ലഭിക്കുന്നതാണ്. ഇതിന്റെ ലൈഫ് ടൈം ലിമിറ്റ് 5 ലക്ഷം രൂപയാണ്. ഈ ലിമിറ്റ് തീർന്നു കഴിഞ്ഞാൽ പിന്നെ ഈ ആഡ് ഓൺ ഉപയോഗിക്കാൻ കഴിയുന്നതല്ല. അടുത്ത ആഡ് ഓൺ ആണ് കമ്പാഷനേറ്റ് വിസിറ്റ്. ഈ പോളിസി എടുത്തിരിക്കുന്ന വ്യക്തി വീട്ടിൽ നിന്ന് ദൂരെ ആയിരിക്കുമ്പോൾ ജീവന് ഹാനികരമായി എന്തെങ്കിലും എമർജൻസിയിൽ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്യേണ്ടി വന്നാൽ ഇൻഷുർഡ് പേഴ്സന്റെ അടുത്ത ഒരു ഫാമിലി മെമ്പറിന് ആശുപത്രിയിലേക്ക് പോയി വരാനുള്ള ട്രാൻസ്പോർട്ടേഷൻ എക്സ്പെൻസസ് ഈ ആഡ് ഓണിൽ കവർ ചെയ്യപ്പെടുന്നതാണ്. പെർ പോളിസിയിൽ 10,000 രൂപയാണ് വരുന്നത്. അടുത്ത ആഡ് ഓൺ ആണ് ഹോസ്പിറ്റൽ ക്യാഷ്. എത്ര ദിവസം പോളിസി ഹോൾഡർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുന്നോ അത്രയും തന്നെ ഡെയിലി ക്യാഷ് ബെനിഫിറ്റ് കിട്ടുന്നതാണ്. 1000 മുതൽ 5000 വരെയാണ് ഫ്ലെക്സിബിൾ ഓപ്ഷൻസ് വരുന്നത്. എത്ര ദിവസത്തേക്കാണ് കവറേജ് വേണ്ടതെന്നും നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ കഴിയുന്നതാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് പ്രീമിയം അടയ്ക്കേണ്ടതായിട്ട് വരും. നമ്പർ ഓഫ് ഡേയ്സിന്റെ ഓപ്ഷൻ എന്ന് പറയുന്നത് 30 ദിവസം മുതൽ 180 ദിവസം വരെയാണ്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയിട്ടുള്ള ആഡ് ഓൺ ആണ് റിഡക്ഷൻ ഇൻ വെയിറ്റിംഗ് പീരീഡ്. അതായത് നിങ്ങൾക്ക് PEDയുടെ വെയിറ്റിംഗ് പീരീഡ് കൂടുതലായി തോന്നിയ ഈ ആഡ് ഓൺ വെച്ചിട്ട് അത് കുറയ്ക്കാനായി സാധിക്കുന്നതാണ്. സ്പെസിഫിക് ഡിസീസിന്റെ വെയിറ്റിംഗ് പീരീഡ് 24 മാസമാണ്. ഈ ഒരു ആഡ് ഓൺ വെച്ചിട്ട് അത് നിങ്ങൾക്ക് 12 മാസമായിട്ട് ചുരുക്കാൻ പറ്റുന്നതാണ്. ഇനി നിങ്ങളുടെ വെയിറ്റിംഗ് പീരീഡ് 36 മാസമാണെങ്കിൽ ഈ ആഡ് ഓൺ വെച്ചിട്ട് നിങ്ങൾക്കത് 24 മാസത്തേക്ക് കുറയ്ക്കാൻ പറ്റുന്നതാണ്. ഈ ഒരു ആഡ് ഓൺ ഉപയോഗിച്ച് വെയിറ്റിംഗ് പീരീഡ് വീണ്ടും 12 മാസത്തേക്ക് കുറയ്ക്കാൻ പറ്റുന്നതാണ്. പക്ഷേ ആഡ് ഓൺ എത്രത്തോളം യൂസ് ചെയ്യുന്നവോ അത്രയും തന്നെ പ്രീമിയം നിങ്ങൾ അടയ്ക്കേണ്ടതായിട്ട് വരുന്നതാണ്. ഇത്രയും നേരം നമ്മൾ ആഡ് ഓൺസിനെ പറ്റിയും അതിന്റെ ഉപയോഗത്തെ പറ്റിയുമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതിന്റെ പോർഷൻ ഇവിടെ തീർന്നു കഴിഞ്ഞു. ഇനി നമ്മൾ പറയാനായി പോകുന്നത് ഈ പ്ലാൻസിൽ വരുന്ന ഡിസ്കൗണ്ട്സിനെ പറ്റിയാണ്. ഇതിൽ ആദ്യം വരുന്ന ഡിസ്കൗണ്ട് ആണ് ഹെൽത്ത് ക്വസ്റ്റ്യനെയർ ഡിസ്കൗണ്ട്. ഇൻഷുറൻസ് കമ്പനി നിങ്ങളുടെ ലൈഫ് സ്റ്റൈലും ഹാബിറ്റ് റിലേറ്റഡുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യനെയർസ് ചോദിക്കുന്നതാണ്. ഈ ക്വസ്റ്റ്യനെയർസിന് നിങ്ങൾ വ്യക്തമായ ഉത്തരം കൊടുക്കേണ്ടതുമാണ്. ഉത്തരം ഫേവറബിൾ ആയാൽ മുൻപത്തെ വർഷത്തെ ഡിസ്കൗണ്ടും പോളിസി പുതുക്കൽ സമയത്തുള്ള ഡിസ്കൗണ്ടും ചേർത്ത് 5% പ്ലസ് 5% മുഴുവൻ 10% ആണ് ഡിസ്കൗണ്ട് വരുന്നത്. അടുത്ത ഡിസ്കൗണ്ട് ആണ് സിബിൽ സ്കോർ ഡിസ്കൗണ്ട്. നിങ്ങളുടെ ഫിനാൻഷ്യൽ ഹെൽത്ത് എങ്ങനെയാണ്, നിങ്ങളുടെ റീപേയ്മെന്റിന്റെ ഫിനാൻഷ്യൽ ട്രാക്ക് റെക്കോർഡ് എങ്ങനെയാണ്, നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ്സ് എത്രയാണ്, ക്രെഡിറ്റ് ഹെൽത്ത് എങ്ങനെയാണ്, ഇതൊക്കെ ബേസ് ചെയ്താണ് ഈ ഒരു ഡിസ്കൗണ്ട് വരുന്നത്. 15% വരെ ഡിസ്കൗണ്ട് നേടാവുന്നതാണ്. 50 വയസ്സ് വരെ ഇത് ലഭ്യമാണ്. എത്ര നന്നായിട്ടാണോ നിങ്ങളുടെ സ്കോർ ഉള്ളത് അത്രത്തോളം തന്നെ ഡിസ്കൗണ്ട് ലഭിക്കുന്നതായിരിക്കും. ഉയർന്ന സ്കോർ ആണെങ്കിൽ ലോവർ പ്രീമിയം ആയിരിക്കും വരുന്നത്. അടുത്ത ഡിസ്കൗണ്ട് ആണ് കോ ടെർമിനസ് ഡിസ്കൗണ്ട്. നിങ്ങൾ ഈ ഒരു പോളിസി എടുത്ത് ഒരു മാസത്തിന് ശേഷം നിങ്ങളുടെ പേരൻസിനെയോ പേരൻസ് ഇൻലോയെയോ പോളിസിയിലേക്ക് ചേർത്താൽ ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഫ്ലോട്ടർ ഓർ മൾട്ടി ഇൻഡിവിജ്വൽ പ്ലാൻസിന്റെ കീഴിൽ ഒരു പേരന്റിന് 2.5% ഡിസ്കൗണ്ടും അല്ലെങ്കിൽ 2 പേർക്ക് 2 പേരൻസിന് 7.5% ഡിസ്കൗണ്ടും ലഭിക്കുന്നതായിരിക്കും. അടുത്ത ഡിസ്കൗണ്ട് ആണ് ഏർലി റിന്യൂവൽ ഡിസ്കൗണ്ട്. അതായത് പ്രീമിയം ഡ്യൂ ഡേറ്റിന് 30 ദിവസം മുന്നേ റിന്യൂ ചെയ്യുകയാണെങ്കിൽ 2.5% ഏർലി റിന്യൂവൽ ഡിസ്കൗണ്ട് ലഭിക്കുന്നതായിരിക്കും. ഇതിലൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഏർലി റിന്യൂവൽ ഡിസ്കൗണ്ട് 2ാമത്തെയും 3ാമത്തെയും വർഷത്തെ പുതുക്കലിന് മാത്രമേ ലഭിക്കുകയുള്ളൂ. ഇന്ത്യൻ ഇൻഷുർഡിനും NRI കസ്റ്റമേഴ്സിനും 2 കൂട്ടർക്കും ഇത് ലഭ്യമാണ്. അടുത്ത ഡിസ്കൗണ്ട് ആണ് വെൽനസ് ഡിസ്കൗണ്ട്. നിങ്ങൾ നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ ആക്റ്റീവ് ആക്കി വെക്കുന്നുണ്ടെങ്കിൽ, സ്റ്റാർ ഹെൽത്തിന്റെ മൊബൈൽ ആപ്പ് വഴി ട്രാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ പ്രീമിയം പുതുക്കലിന് വെൽനസ് റിവാർഡ്സ് 20% വരെ ലഭിക്കുന്നതായിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പറഞ്ഞിരിക്കുന്നത്. എല്ലാവർക്കും കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും പവർ ലിങ്ക് എന്ന നമ്മുടെ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഡൗട്ടുകൾക്കും കൂടുതൽ വിവരങ്ങൾക്കും 94 95 11 66 01 എന്ന ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നന്ദി.